ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കയ്യിൽ മനുഷ്യക്കറ പറ്റിപ്പിക്കാതെ മുന്നോട്ട് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ആയുസ് എടുത്തു എന്നും പറഞ്ഞ് ചാവേറായി വരുന്ന ഇവനെയൊക്കെ കൊല്ലാതെ മറ്റു മാർഗമില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും ചന്ദ്രബോസേ? ചിറ്റപ്പ, ഇനി ഒന്നും ആലോചിക്കാനില്ല. കോടികൾ വാരിയെറിഞ്ഞ് ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി നിൽക്കുക നമ്മള്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ആര് തടസ്സം നിന്നാലും അത് ഒഴിവാക്കുക തന്നെ വേണം. ഇവിടെയും ആ ഒരു തടസ്സം ഞാൻ കാണുന്നുണ്ട്. എങ്കിലേ ആ തടസ്സം ഉടനെ അങ്ങ് നീക്കിയേക്കാം, ഈ ഭൂമിയിൽ നിന്ന് എന്ന് നീക്കുവായി. ഹലോ അനു മാഡം, വസുമതി ആന്റി പരാജയപ്പെട്ടതോടെ സുസ്മിതയും ചന്ദ്രബോസും ഉപേന്ദ്രനും ഒക്കെ ലേലം ഉറപ്പിക്കുമെന്ന അവസ്ഥയിൽ നിൽക്കുമ്പോ സുബേർ എന്നൊരു ലോറി മുതലാളി എത്തി. സുബേർക്കേ? അത് വിഷ്ണുവേട്ടന്റെ? അതെ മാഡം, നൂർജഹാൻ ട്രാൻസ്പോർട്ടിംഗ് കമ്പനി നടത്തുന്ന അതേ സുബേർക്ക തന്നെ. അതിപ്പം അതൊരു ഗുഡ് ന്യൂസാ. സുബൈറക്ക അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ വീട് ലേലത്തിൽ പിടിച്ച് വിഷ്ണുവേട്ടന് നൽകാൻ തന്നെയായിരിക്കും. അങ്ങനെ ഒരു മിറക്കിൾ സംഭവിച്ച അത് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് വിഷ്ണുവേട്ടനെ തന്നെയായിരിക്കും. ഈശ്വരൻ ചിലപ്പോ എല്ലാം തിരികെ കൊണ്ടുവന്ന് തരുവനോ. പക്ഷെ മാഡം, സുബേർക്കെ ഇവരിപ്പോ ഇവിടെ ലോക്ക് ചെയ്യും. പണം കൂട്ടി വിളിച്ച് സുബേർക്കെ പിന്തിരിപ്പിക്കാനാവില്ലെന്ന് മനസ്സിലാക്കിയ അവര് ഗുണ്ടായിസ് എടുക്കും. അവരുടെ ഈ കോട്ടയില് ഒറ്റയ്ക്ക് സുബേർക്കയ്ക്ക് പിടിച്ചു നിൽക്കാനാവില്ല. സുബേർക്കെ ഇവരിപ്പോ ഇവിടെ പൂട്ടും. അദ്ദേഹത്തിന്റെ ജീവൻ വരെ അപകടത്തില്. അവരത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. എങ്കിൽ ഞാൻ ഈ വിവരം എത്രയും പെട്ടെന്ന് വിഷ്ണുവേട്ടനെ വിളിച്ചറിയിക്കട്ടെ. ഇന്ന് ലേലമാണെന്നുള്ള വിവരം മനഃപൂർവ്വം ഞാൻ വിഷ്ണുവേട്ടനെ അറിയിക്കാതിരുന്ന. വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി. പക്ഷെ ഇപ്പൊ സുബൈറിക്കയുടെ ജീവൻ അപകടത്തിലാണെങ്കിൽ വിഷ്ണുവേട്ടനെ അറിയിച്ചേ പറ്റൂ. കാരണം വിഷ്ണുവേട്ടന് വേണ്ടിയാ സുബൈറിക്ക അവിടെ വന്നിരിക്കുന്ന. ആ ജീവൻ ഒരാപത്തും വരാതെ നോക്കാൻ വിഷ്ണുവേട്ടന് കഴിയണം. വിഷ്ണുവേട്ടൻ അവിടെ വരണോ അനു? എങ്കിലേ കാര്യങ്ങൾ നേരാവണ്ണം ശരിയാവൂ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. അനുവയ്ക്ക്. ആശാനെ, നമ്മളിത് പൊന്നു പോലെ നോക്കുന്നേ. ഇനിത് വിട്ടുകൊടുക്കാന്നൊക്കെ പറഞ്ഞാ നടക്കില്ല. ആശാനെ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി ഇത് വില കൊടുത്ത് അങ്ങ് വാങ്ങിയാലോ? കഴുകു. ശാലിനി. വിഷ്ണുട്ടാ, ഇന്നാണ് നമ്മുടെ വീടിന്റെ ലേലം. വിഷ്ണുട്ടാ. ഓ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നഷ്ടമായത് തന്നെയാ. പക്ഷെ അവിടെ ഇപ്പൊ വിഷ്ണുവേട്ടന് വേണ്ടിയാവണം ആ വീട് തിരിച്ചെടുക്കാൻ സുബൈറൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ സുബൈർക്കയോ? അതെ, വീട് തിരിച്ചു പിടിച്ച് വിഷ്ണുവേട്ടന് തിരികെ തരാൻ വേണ്ടി തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം?